ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവസനിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. എബ്രായ ലേഖനത്തിൽ നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ, എബ്രായ ലേഖനം 2-ാം അധ്യായം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കുക. പലപ്പോഴും സുവിശേഷമെന്ന് പറയുമ്പം നമുക്ക് ഒത്തിരിയേറെ തെറ്റിദ്ധാരണകളുണ്ട് അല്ലേ. നമ്മുടെ പ്രായത്തിൻ്റെ അളവ്, ആത്മീയ പ്രായത്തിൻ്റെ അളവനുസരിച്ചാണ് നമ്മൾ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താ സുവിശേഷം? അപ്പോസ്തലൻ പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പം 2 തീമോഥെയോസ് 2-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. 2 തീമോഥെയോസ് 2:8 ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള കാര്യമാണ്. യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് സുവിശേഷം. അപ്പോസ്തലൻ എബ്രായത്തിൽ അതുകൊണ്ടാണ് പറഞ്ഞ് യേശുവിനെ സൂക്ഷിച്ച് നോക്കുക. യേശുവിനെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സഭയോടുള്ള ബന്ധത്തിൽ, സഭയുടെ ഉപദേശത്തോടുള്ള ബന്ധത്തിൽ തീമോഥെയോസിന് എഴുതുമ്പം അപ്പോസ്തലൻ ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. 1 തീമോഥെയോസ് 3-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിലെടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകുന്നു. നമ്മൾ യേശുവിനെ നോക്കുമ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ഒരു മനുഷ്യനായിട്ട് അവൻ ഈ ലോകത്തിൽ വന്നു. എന്തിനാണ് യേശു ക്രിസ്തു വന്നേ? വളരെ വ്യക്തമാണ്. യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസിയും ഏവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെയാണ്. യേശു ക്രിസ്തു വന്നതിൻ്റെ ഏക ലക്ഷ്യം മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ്. നമ്മുടെ സഭായങ്ങളുടെ ഉദ്ദേശം എന്താ? എന്തിനാണ് നമ്മൾ സഭായങ്ങൾക്ക് കൂടുന്നത്? പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് അന്യോന്യം പ്രബോധിപ്പിക്കാനായിട്ടാണ്. പാപത്തിൽ നിന്നുള്ള രക്ഷയാണ് മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മുടെ ലക്ഷ്യം ഇതാണോ? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്നുള്ളതാണോ നമ്മുടെ ലക്ഷ്യം? ആണോ? യഥാർത്ഥത്തിലുള്ള നമ്മുടെ ലക്ഷ്യം എന്താ? അല്ലേ, ബ്രദർ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതാ പറഞ്ഞു തുടങ്ങിയേ, യഹോവ എൻ്റെ ഇടയനാകുന്നു. വ്യക്തിപരമായിട്ട് ദൈവത്തെ അറിയുക എന്നുള്ളതാണ് ദൈവിക ലക്ഷ്യം നമ്മളോടുള്ള ബന്ധത്തിൽ. അങ്ങനെ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? എനിക്ക് കർത്താവിനെ അറിയണം. ഇല്ല, കർത്താവിനെ കുറിച്ച് നമുക്ക് എന്താ അറിയാവുന്നത്? നമ്മൾ പൊതുവിൽ എല്ലാവരും പറയുന്ന പോലെ നമുക്കൊരു അറിവുണ്ട്. യേശു ക്രിസ്തു മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് 33 വർഷക്കാലം ഇവിടെ ജീവിച്ച് ഒത്തിരി നന്മയൊക്കെ ചെയ്ത് യഹൂദന്മാർ അവനെ പിടിച്ച് ക്രൂശിച്ചു കൊന്നു. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ഈ ലോകത്തിൽ സഞ്ചരിച്ചതിന് ശേഷം അവന് എടുക്കപ്പെട്ടു. അവൻ തിരികെ വരും. തിയറിയിൽ നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പ്രായോഗിക തലമെന്ന് പറഞ്ഞാൽ എന്താ? കോരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ കോരിന്ത്യർക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തു എന്ന ഏകപുരുഷനെക്കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് അവൻ ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ്. നമ്മളെന്തിനാണ് നിരന്തരമായിട്ട് ഒന്നിച്ചു കൂടുന്നത്? എന്തിനാ? ഇല്ലേ, എല്ലാ ദിവസങ്ങളും തന്നെ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, നമ്മൾ പാടുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം. ഇതിൻ്റെ ഉദ്ദേശം എന്താ? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ യേശുവിനെ സൂക്ഷിച്ച് നോക്കാൻ പറയുമ്പം നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ 14-ാമത്തെ
അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 64 മുതലുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം? ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു ചോദിച്ചു. അവൻ മരണയോഗ്യനെന്ന് എല്ലാവരും വിധിച്ചു. 65-ാം വാക്യം, ചിലർ അവനെ തുപ്പുകയും അവൻ്റെ മുഖം മൂടി അവനെ മുഷ്ടി ചുരുട്ടി കുത്തുകയും പ്രവചിക്കുക എന്ന് അവനോട് പറയുകയും ചെയ്തു തുടങ്ങി. ചേവകർ അവനെ അടിച്ചും കൊണ്ട് കയ്യേറ്റു. ഉത്തമഗീതത്തിൽ കർത്താവിനെക്കുറിച്ചുള്ള ഒരു നീണ്ട വർണ്ണനയുണ്ട്. അവൻ 10,000-ങ്ങളിൽ അതിസുന്ദരനാണ്, വെണ്മയും ചുമപ്പുമുള്ളവനാണ്. നമുക്കറിയാം, കർത്താവ് ജഡത്തിൽ വെളിപ്പെടുന്നതിന് മുമ്പ് പിതാവിൻ്റെ വലതുഭാഗത്ത് തേജസ്സിലിരുന്നപ്പം അവൻ തേജസ് കൊണ്ടും നിറയപ്പെട്ടവനായിരുന്നു. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരുന്നു. ദൈവിക തേജസ്സിനോടുള്ള ബന്ധം നമ്മളതാ അറിയുന്നത്. പക്ഷേ ഈ ഭൂമിയിലുണ്ടായിരുന്നപ്പോഴും അവനൊരു തേജസ് ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ പറഞ്ഞ അവൻ്റെ തേജസ് ഞങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതവനായൻ്റെ തേജസ്സായിട്ട് കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അവൻ ജീവനുണ്ടായിരുന്നു. യോഹന്നാൻ സുവിശേഷം, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചു വിരൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ കൈ തൊട്ടതും ഞങ്ങൾ രുചിച്ചതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച്. അപ്പോൾ നമ്മളിവിടെ നിത്യവിനോടുള്ള ബന്ധത്തിൽ പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ആ ജീവൻ കണ്ടു, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടു, ഞങ്ങൾ രുചിച്ചു. ഇപ്പം നിത്യവൻ എന്ന് പറഞ്ഞാൽ എന്താ? പലപ്പോഴും നിത്യവൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വ്യക്തതയില്ല അല്ലേ? നിത്യവൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? ദൈവിക സ്വഭാവത്തിനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. നമ്മളെന്തിനാണ് വിളിച്ചിരിക്കുന്നത്? നിത്യത്തിന് അവകാശമായി തീരുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവിക സ്വഭാവത്തിന് അവകാശികളായി തീരുക എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അവൻ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമായിരുന്നു ക്രൂശിലെ യാഗമെന്ന് പറയുന്നത്. അപ്പോൾ ആ യാഗത്തിന് മുന്നോടിയായിട്ട് ആ 33.5 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചു. ഒരിക്കൽ താൻ ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, നിങ്ങളിൽ ആർക്കെൻ്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം? അവൻ നീതിമാനായിരുന്നു, നിർമ്മലനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലായിരുന്നു, അവൻ പാപികളോട് വേറിട്ടവനായിരുന്നു. ഈ 33 വർഷക്കാലം താൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്കൊരു മാതൃക വെച്ച് പോവുക ചെയ്തത്. അവൻ ഒരിക്കലും പാപം ചെയ്തില്ല. അവൻ നമ്മളിങ്ങനെ വായിക്കുന്നത്, നമുക്ക് തുല്യമായിട്ട് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു, പക്ഷേ അവൻ പാപം ചെയ്തില്ല. അപ്പം നമ്മളെ ആ ഒരു തേജസ്സിലേക്ക് നടത്താനായിട്ട് കർത്താവ് ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട്, അവൻ്റെ ജനനം നമുക്കറിയാം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേർ വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ഇല്ല, സാധാരണ ഒരു മനുഷ്യൻ. അങ്ങനെ അവന് ഭൂമിയിൽ വന്ന് ജഡമെടുത്ത കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അവൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി അവൻ്റെ മാതാപിതാക്കൾ അവനെ എടുത്തുകൊണ്ട് ഓടിപ്പോകേണ്ടി വന്നു. തന്നെത്താൻ രക്ഷിക്കാൻ കഴിയുന്നൊരു തലത്തിലായിരുന്നില്ല ആ സമയത്ത്. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് അവൻ ഈ ഭൂമിയിൽ ജീവിച്ചത്. പക്ഷേ എബ്രായലേഖന കർത്താവ് യേശുവിനെക്കുറിച്ച് പറയുമ്പം എന്തുകൊണ്ടാണ് ദൈവം അവനെ അവൻ്റെ കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദത്തിലും കൊണ്ട് അഭിഷേകം ചെയ്തെന്ന് ഉള്ളതിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പം എബ്രായലേഖനത്തിൻ്റെ പ്രാരംഭ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, പുത്രനോടോ ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിൻ്റെ ചെങ്കോൾ നേരുടെ ചെങ്കോൾ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കിയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ദുഷ്ടതയെ വെറുത്ത് നീതിയെ സ്നേഹിച്ച്. അപ്പോൾ നമ്മൾ യേശുവിനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്, അവൻ ബാലനായിരുന്നപ്പോൾ മുതലേ അവൻ്റെ ലക്ഷ്യം അതായിരുന്നു. എബ്രാഹിം നമ്മളത് വായിക്കുന്നുണ്ട്, നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു, ഈ ശരീരത്തിൽ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അവനെപ്പോലെ തന്നെ നാമും വീണ്ടും ജനിക്കുമ്പം അതേ ഒരു തലത്തിലേക്കാണ് വരുന്നത്. അതിനുശേഷം കർത്താവ് നിരന്തരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, തിരുവെഴുത്തുകൾ, എന്നെക്കുറിച്ചുള്ള തിരുവെഴുത്തുകൾ നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. നമ്മളെവിടെ ജനിക്കണം, ആരുടെ മക്കളായിട്ട് ജനിക്കണം, നമ്മുടെ
തൊലിയുടെ നിറം എന്തായിരിക്കണം, നമ്മുടെ ശരീരത്തിൻ്റെ ഘടന എന്തായിരിക്കണം, നമ്മുടെ ബുദ്ധിയുടെ തലം എന്തായിരിക്കണം, ഇതിനെക്കുറിച്ചെല്ലാം ദൈവം ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. നമുക്കത് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ട്. പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താ? നാം ഒത്തിരി പരാതി പറയുന്നവരല്ല. നമ്മുടെ തൊലിയുടെ നിറത്തെക്കുറിച്ച് നമ്മൾ പരാതി പറയും, നമ്മുടെ ബുദ്ധിയെക്കുറിച്ച് പരാതി പറയും, നമ്മുടെ സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ച് പരാതി പറയും. പക്ഷെ കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കി, അവൻ എന്താ തിരഞ്ഞെടുത്തത്? അവൻ്റെ ജനനം ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. നമ്മൾ ആരും ഒരു കന്നാലിക്കുട്ടി ജനിച്ച ആരെയും നമുക്ക് കണ്ടെത്താനായിട്ട് എളുപ്പമല്ല. ഇല്ല, ചിലപ്പം നാടോടികളൊക്കെ വല്ല കടത്തിണ്ടലൊക്കെ ജനിച്ചെന്നിരിക്കാം. പക്ഷെ ഒരു കന്നുകാലിത്തൊഴുത്തിൽ ജനിച്ച ഒരാളെ കണ്ടെത്താൻ കഴിയത്തില്ല. നമുക്കറിയാം, കർത്താവിന് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. എവിടെ ജനിക്കണമെന്നുള്ള കാര്യം കർത്താവിന് സ്വയമായിട്ട് തിരഞ്ഞെടുക്കാമായിരുന്നു. അവനെന്താ തിരഞ്ഞെടുത്തത്? ഒരു ദരിദ്ര കുടുംബത്തിൽ, തച്ചൻ്റെ കുടുംബത്തിൽ ജനിക്കാൻ അവൻ സ്വയമായിട്ട് തിരഞ്ഞെടുത്ത്. അവൻ്റെ ജനനം ഒരു കാലിത്തൊഴുത്തിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പാകെ പേരും പ്രശസ്തി അംഗീകാരം ഒന്നും ലഭിക്കുന്ന ഒന്നായിരുന്നില്ല അവൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം. അവൻ കാലിത്തൊഴുത്തിൽ ജനിച്ചു. അവൻ വളർന്നത് ഇല്ലേ ഒരു വലിയ കുടുംബത്തിലായിരുന്നു. 5 ആൺകുട്ടികളും 1 പെൺമക്കളുമുള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ച്. കർത്താവിൻ്റെ യവന ആരംഭത്തിൽ തന്നെ നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാകുന്നൊരു കാര്യം, അവൻ്റെ പിതാവ് മരിച്ചുപോയി. മൂത്ത പുത്രൻ എന്നുള്ള നിലയിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ മേലായിരുന്നു. ഒരു തച്ചൻ്റെ പണിയെടുത്ത് അവൻ തൻ്റെ കുടുംബത്തെ പോറ്റിയതായിട്ട് നമ്മൾ കാണുന്നു. പരാതികളില്ലാതെ, പിറുപിറുപ്പുകളില്ലാതെ, ദൈവം അനുവദിച്ച സാഹചര്യങ്ങളിൽ തൃപ്തനായി, ദൈവേഷ്ടമായിരുന്നു തൻ്റെ ലക്ഷ്യം. താൻ നിരന്തരമായിട്ട് ഏറ്റുപറഞ്ഞൊരു കാര്യം, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ. എല്ലാ സാഹചര്യങ്ങളിലും ഒന്നിനെക്കുറിച്ചും പരാതിയില്ലാത്തവനായി, പിറുപിറുപ്പില്ലാത്തവനായി പിതാവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ ജീവിതാന്ത്യത്തോടുള്ള ബന്ധത്തിൽ അവരെ പിടിച്ചു കെട്ടി ബന്ധിച്ചു. നമ്മളിവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിച്ചൊരു കാര്യം ഇതായിരുന്നു. അവനെ അവർ സ്വീകരിച്ചത് ഇങ്ങനെയാണ്. 65-ാം വാക്യത്തിൽ ചിലർ അവനെ തുപ്പി, മുഖത്ത് തുപ്പി. നമുക്കറിയാം, അടിയോ ഇടിയോ ഒരു കല്ലേറൊക്കെ കൊണ്ടാൽ നമുക്ക് അത്ര അവമാനം തോന്നത്തില്ല. പക്ഷെ ഒരാൾ നമ്മുടെ മുഖത്ത് കാർച്ച് തുപ്പിയാൽ നമുക്കുണ്ടാവുന്ന ഫീലിംഗ് എന്താണ് അല്ലേ? ആദ്യമായിട്ട് അവർ ചെയ്തൊരു കാര്യം, അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവൻ്റെ കണ്ണ് കെട്ടി, അവനെ അടിച്ചിട്ട് അവനോട് പറഞ്ഞു, പ്രവചിക്കുക, ആരാ നിന്നെ അടിച്ചതെന്ന് പ്രവചിക്കുക. ചിലർ അവനെ മുഷ്ടിയുരുട്ടി കുത്തി. അല്ലെ, നമ്മൾ തുടർന്ന് വായിക്കുന്നൊരു കാര്യം, അവരവനെ തലയിൽ ഒരു മുൾക്കിരീടം വെച്ച് കോലുകൊണ്ടത് അടിച്ചിറക്കി. ചുറ്റും നിന്നവനെ പരിഹസിച്ചു. ഇതെല്ലാം കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് സഹിച്ചത്? ഒരു പരാതിയില്ലാതെ, പിറുപിറുപ്പുമില്ലാതെ. നമുക്കറിയാം, യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 53-1 മുതൽ ഞങ്ങൾ കേൾപ്പിച്ചത്, ആർ വിശ്വസിച്ചിരിക്കുന്നു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർമുളയ്ക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവൻ രൂപഗണമില്ല, കോവണത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. എന്തുകൊണ്ടാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പാപികളായ നമ്മളെ വീണ്ടെടുക്കാനായിട്ട്, നാം ചെയ്ത പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. അത് നമ്മുടെ എല്ലാം പാപങ്ങളുടെ ശിക്ഷ തൻ്റെ മേൽ ഏറ്റു ഇല്ലേ? കർത്താവിനെ നമ്മൾ അവസാന നിമിഷം കാണുമ്പം കണ്ടാൽ ആളല്ല, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേലേറ്റതിൻ്റെ അനുദരപരമായി നമുക്കറിയാം, അർദ്ധനഗ്നനായി ചോരയിൽ കുളിച്ച് ആ മുഖത്ത് തുപ്പിയതിൻ്റെ അനന്തരഫലമായി ചോര ഒഴുകുന്ന മുഖത്ത് തുപ്പി വൃത്തിഹീനമായൊരു മുഖവുമായി നമ്മളിങ്ങനെ വായിക്കുന്ന അവർ അവൻ്റെ പുറം ഉഴുവിച്ചാൽ പോലെ ഉഴുതു.
ഇതെല്ലാം കർത്താവ് സഹിക്കുമ്പം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടായിരുന്നു. നമുക്കറിയാം, ഓരോ അതിക്രമത്തിന് ശിക്ഷയുണ്ട്. നമ്മൾ നിയമപ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചാൽ അതിൻ്റെതായ ശിക്ഷ നമുക്കുണ്ട് എന്ന് പറഞ്ഞതുപോലെ പാപം നിമിത്തം മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നമ്മളെ രക്ഷിക്കാനായിട്ട് കർത്താവ് ജഡത്തിൽ വന്നിട്ട് നമ്മുടെ പാപങ്ങളുടെ എല്ലാ ശിക്ഷയും അവൻ തൻ്റെ മേലെ ഏറ്റു. നമുക്ക് നമ്മുടെ മനസ്സിലെ രംഗങ്ങളൊന്ന് കാണാം. നിന്ദിതനായി, അപമാനിതനായി, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, ഏകനായി പല കോടതികൾ കയറിയിറങ്ങുന്ന യേശുവിനെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതിരുന്നു. നമ്മൾ തുടർന്ന് 53 സംഘം താഴോട്ടതാ വായിക്കുന്നത്. എൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, തന്നെ താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ പോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ തുറക്കാതിരുന്നു. ഈ അപമാനത്തിൻ്റെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ദുഷിയുടെയും മുമ്പിലും അവൻ എന്തുകൊണ്ടാണ് നിശബ്ദനായിരുന്നത്? അതിൻ്റെ കാരണം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ പ്രയത്നബലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് അവനവന് മഹാന്മാരോടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തൻ്റെ പ്രാണനെ മരണത്തിനൊഴുക്കിക്കളയും. അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാർക്ക് വേണ്ടി ഇടനിന്നും കൊണ്ട് അതിക്രമക്കാരോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്യാൽ തന്നെ. ഇപ്പം കർത്താവ് ഇതെല്ലാം സഹിക്കുമ്പം കർത്താവിൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു ദർശനം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ ദർശനം? നമ്മളൊരു പാട്ടിലിങ്ങനെ പാടാറുണ്ടല്ലോ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്ദകൾ സഹിച്ച് മരിച്ച നാഥനെ. സൗരസന്മാർ നമ്മൾ ഇന്ന് പാൽക്കാലം ഒന്നിച്ചായിരിക്കുമ്പോൾ ആ ക്രൂശിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നാമായിരുന്നു തൂങ്ങിക്കിടക്കേണ്ടത്. നിത്യശിക്ഷാവിധിക്ക് അർഹരായിത്തീരേണ്ടത് നാമായിരുന്നു. പക്ഷെ കർത്താവിൻ്റെ മഹാസ്നേഹം നിമിത്തം കർത്താവ് അതെല്ലാം നമുക്ക് വേണ്ടി ഏറ്റെടുത്തു. നമുക്കറിയാം, പാപത്തിൻ്റെ ഉൽപ്പത്തി എന്ന് പറയുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഒരു മുൾക്കിരീടം വേക്കേണ്ടി വന്നത്? നമ്മൾ ചിന്തിച്ച പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ മുൾക്കിരീടമേറ്റു. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് പകരമായിട്ട് അവൻ അടികൊണ്ടു, തുപ്പലേറ്റു, അപമാനിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടു, തൻ്റെ പ്രിയപ്പെട്ടവരാൽ കൈവിടപ്പെട്ടു. നമ്മളിങ്ങനെ വായിക്കുന്ന അവസാന നിമിഷം ശിശുമാരെല്ലാം ഓടിപ്പോയിന്ന് ഇംഗ്ലീഷിൽ ഫ്ലഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ അവസാന നിമിഷം ഇട്ടിട്ട് ഓടിപ്പോയി, ഏകനായി. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? അവൻ തൻ്റെ ആന്തരിക കണ്ണുകൊണ്ട് ഇന്നിവിടെ ആയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും മുഖം കണ്ടവൻ. ആ സന്തോഷം ഓർത്തിട്ടാണ് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചത്. പത്രോസ് അപ്പോസ്തലനെ കുറിച്ച് എഴുതുമ്പം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതി, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറിയത്. നമ്മുടെ ഉള്ളിൽ പാപത്തോടൊരു വെറുപ്പുണ്ടോ? നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു ദർശനം കണ്ടിട്ടുണ്ടെങ്കിൽ ആദ്യമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് പാപത്തോടുള്ള വെറുപ്പായിരിക്കും. ഇന്ന് നമ്മൾ പാപത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നവരാണോ, പാപത്തെ വെറുക്കുന്നവരാണോ? നമ്മൾ വീഴുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. നമ്മുടെ ആന്തരിക മനോഭാവത്തിൽ പാപത്തോടുള്ളൊരു എതിർപ്പുണ്ടോ? അനുസരണക്കേടിനെക്കുറിച്ച്, മത്സരത്തെക്കുറിച്ച്, കയ്പിനെക്കുറിച്ച്, ദുർമോഹങ്ങളെക്കുറിച്ച്, ക്ഷമിക്കാൻ കഴിയാത്ത മനോഭാവങ്ങളെക്കുറിച്ച് നമ്മുടെ മനോഭാവത്തിലുണ്ടായിരിക്കുന്ന കാര്യം? നമുക്കതിനോടൊരു വെറുപ്പാണോ?
നാം പാപത്തിന് മരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? നീതിക്ക് ജീവിക്കാൻ ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മെ തന്നെ ശോധന ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബ്രദർ ആ പറഞ്ഞു തുടങ്ങിയത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് പറയുമ്പം എന്താ അതിൻ്റെ അർത്ഥം? നമുക്കറിയാം, ദാവീദ് ഒരു ഇടയനായിരുന്നു. ദീർഘകാലം ആടിനെ മേയിച്ചുള്ള പരിചയം തനിക്കുണ്ട്. ആത്മീയ അർത്ഥത്തിൽ ഇടയനെക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്കവിടെ ഇങ്ങനെ ചിന്തിക്കാം. കൈ പിടിച്ച് നടത്തും. നമ്മൾ 4 കാലുള്ള ഒരാടല്ല, അല്ലേ, 2 കാലുള്ള മനുഷ്യരാണ്. നമ്മുടെ ഇടയൻ കർത്താവാണ്. നമ്മുടെ കൈ പിടിച്ച് കർത്താവ് നാമുമായിട്ട് മുന്നോട്ട് പോകുമ്പം നമ്മൾ കൊച്ചു പിള്ളേരെയൊക്കെ കാണാറുണ്ട്. അവരെ കൊണ്ട് അങ്ങാടിക്കൂടെയൊക്കെ പോകുമ്പം അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവരെ കയ്യെ പിടിച്ച് പുറകോട്ട് വലിക്കും. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മളും പലപ്പോഴും അങ്ങനെ വലിക്കാറില്ലേ? ദുർമോഹങ്ങളുടെ വഴിയെ പോകാനായിട്ട്, കയ്പിൻ്റെ വഴിയെ പോകാൻ, ഇതല്ല വഴി, ഇതാന്ന് പറഞ്ഞ് നമ്മളെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുമ്പം നമ്മൾ ആ കർത്താവിനോട് എതിർത്ത് നിൽക്കാറില്ലേ? സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ കർത്താവിനോട് പോരാടാറില്ലേ? അവിടെ കർത്താവിൻ്റെ കൈ നമ്മൾ വിടിയിപ്പിച്ചിട്ട് നമ്മുടെ വഴിക്ക് തിരിയാറില്ലേ? ഇവിടെ നമ്മൾ വായിക്കുന്നത്, നാം ഓരോരുത്തൻ സ്വന്തം വഴിക്ക് തിരിഞ്ഞിരുന്നു. ഈ 57-ാം അധ്യായത്തിൽ എൻ്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമ്മൾ കർത്താവിലേക്ക് വരുമ്പം കർത്താവിനോട് പറയുന്നൊരു കാര്യം, കർത്താവ് ഇനി എൻ്റെ ഇഷ്ടം വേണ്ട, ഇനി എൻ്റെ വഴിയെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവേ, നിൻ്റെ വഴിയിൽ നീ എന്നെ കൈപിടിച്ച് നടത്തണമെന്ന് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ദൈവേഷ്ടം നമുക്ക് കാണിച്ചു തരിക, ആ വഴിയെ പോകാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പം നമ്മുടെ നിലപാടെന്താണ്? കുഞ്ഞുങ്ങളെന്നുള്ള നിലയിൽ ആ ഇടയൻ നമ്മളെ കൈപിടിച്ച് നടത്തുമ്പം മാതാപിതാക്കളെ അനുസരിക്കാനും കീഴടങ്ങാനുമാണ് നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ആ കൈപിടിപ്പിച്ചിട്ട് മത്സരിക്കാനും ശാഠ്യം കാണിക്കാനും അനുസരിക്കാതിരിക്കാനുമുള്ള ഒരു മനോഭാവം നമ്മൾ കാണിക്കാറില്ലേ? നമ്മുടെ ചിന്തകളിൽ നമ്മൾ ശുദ്ധരായിത്തീരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മുടെ ശുദ്ധീകരണം എപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ആരംഭിക്കുന്നത്. വീണ്ടും ജനിച്ചൊരു വ്യക്തിയുടെ ചിന്താമണ്ഡലത്തിലാണ് ശുദ്ധീകരണം ആരംഭിക്കുന്നത്. നമ്മുടെ മനസ്സിൽ അശുദ്ധ ചിന്തകൾ വരുമ്പം നമ്മൾ അതിനോടെടുക്കുന്ന നിലപാടെന്താ? എതിർത്ത് നിൽക്കുന്നവരാണോ അതോ വഴങ്ങിക്കൊടുക്കുന്നവരാണോ? എന്നാൽ നമ്മെ തന്നെ ശോധനയുടെ ഒരു ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് കർത്താവിനെ രക്ഷിതാവായിട്ട് അറിഞ്ഞ ഒരാൾ, ഒരു ഇടയനായിട്ട് അറിഞ്ഞ ഒരാൾ, അവൻ പാപത്തോട് പോരാടുന്നവനായിരിക്കും. എബ്രായലേഖന കർത്താവ് ഇങ്ങനെ എഴുതി: പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെയും പ്രാണത്തെ അകത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അത് ആരംഭിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ്. എതിർത്തും ആരംഭിക്കുന്നത് ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള ചിന്തകളോടാണ് നമ്മൾ പ്രാഥമികമായിട്ട് എതിർത്ത് നിൽക്കേണ്ടത്. എപ്പോഴും ഈ പാപത്തിൻ്റെ ചിന്തകൾ നമ്മളെ മത്സരിക്കാനും കീഴടങ്ങാതിരിക്കാനും അനുസരിക്കാതിരിക്കാനും സ്വന്തം വഴിക്ക് പോകാനാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ ഇടയൻ്റെ അടുക്കൽ ചെല്ലാറുണ്ടോ? നമുക്കറിയാം, അപകടങ്ങൾ കാണുമ്പം സാധാരണഗതിയിൽ ആടുകൾ ഇടയൻ്റെ അടുക്കിലേക്ക് ഓടാറുള്ളത് ഇല്ലേ? ഒരു ശത്രുവിനെ കാണുമ്പം എങ്ങോട്ടാണ് ഓടുന്നത്? ഇടയൻ്റെ അടുക്കിലേക്കാണ്. നമ്മുടെ ഉള്ളിൽ പാപത്തിൻ്റെ ശോധനകൾ വരുമ്പം നമ്മൾ കർത്താവിലേക്കാണോ ഓടുന്നത്? നമ്മളിങ്ങനെ വായിക്കുന്നത്, അവൻ സകലത്തിലും നമുക്ക് മുന്നോട്ട് പരീക്ഷിക്കപ്പെടാനായതുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരെ സഹായിപ്പാൻ ശക്തനാണ്. ആ സഹായത്തിന് വേണ്ടി നമ്മൾ കർത്താവിലേക്ക് ഓടാറുണ്ടോ? ആന്തരിക തലത്തിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ വരുമ്പം, പരീക്ഷകൾ വരുമ്പം നമ്മൾ വിളിക്കാറുണ്ടോ? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ 4-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു: ഇപ്പോൾ ദുഃഖിക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തിനെക്കുറിച്ചാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മുടെ പ്രശ്നം എന്താ? പാപം തന്നെയാണോ നമ്മുടെ പ്രശ്നം? അതോ അന്നെന്നുള്ള ജീവിതമാണോ നമ്മുടെ പ്രശ്നം? യഥാർത്ഥത്തിൽ ഈ ഇടയനുമായിട്ട് കണ്ടുമുട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടിസ്ഥാന പ്രശ്നം പാപമായിരിക്കും. അവൻ്റെ നിലവിളി മുഴുവൻ, അവൻ വിശന്നാൽ നിലവിളിക്കത്തില്ല, വിഷമം ഉണ്ടാകില്ലെന്നല്ല, പക്ഷെ അവൻ അവൻ്റെ നിലവിളി എപ്പോഴും പാപത്തിനെതിരായിട്ടുള്ള നിലവിളിയായിരിക്കും. അയ്യോ കർത്താവേ, ഈ പാപത്തിൽ നിന്ന് തന്നെ രക്ഷിക്കേണ്ട. കാരണം എന്താ? ഈ പാപമാണ് ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റിക്കളയുന്നൊരു കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തെക്കാൾ ഭയപ്പെടുന്നത്, ആശ്ചര്യ മരണത്തെക്കാൾ ഭയപ്പെടുന്നത് പാപത്തെ ആയിരിക്കും. സഹോദരന്മാരെ, നമ്മുടെ ഉള്ളിൽ പാപത്തോടുള്ള നിലപാടെന്താണ്?
ധനമോഹത്തോടെ? ഇല്ലേ? നമ്മുടെ മനോഭാവം എന്താ? നമുക്ക് ആർത്തി എന്താ? ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ ഉള്ളിൽ നീതിക്കായൊരു ദാഹമുണ്ട്, ദൈവത്തിൻ്റെ അനുസരണത്തിനായിട്ടുള്ളൊരു ദാഹമുണ്ട്. ഒരാടെപ്പോഴും ഇടയൻ്റെ ശബ്ദം പെട്ടെന്ന് തിരിച്ചറിയും, പെട്ടെന്ന് അതിനോട് പ്രതികരിക്കും. നമ്മൾ അങ്ങനെ ഒരാടായിട്ടാണോ കർത്താവിൻ്റെ പിന്നാലെ പോകുന്നത്? കർത്താവിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട് തുറന്നൊരു കാത് നമുക്കുണ്ടോ? അതോ നമ്മുടെ ജഡീക ഇച്ഛകളുടെ പിന്നാലെ അന്തരായിട്ടുള്ളൊരു ഓട്ടത്തിലാണോ നമ്മളായിരിക്കുന്നത്? കർത്താവ് തൻ്റെ ഈ പങ്കപ്പാടുകളെല്ലാം ഏറ്റവും മുമ്പുള്ള ഉദ്ദേശം നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കാനായിട്ടായിരുന്നു. മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൽ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക്. നമ്മുടെ ആത്മാവ് എപ്പോഴാണ് അസ്വസ്ഥരാകുന്നത്? വിശക്കുമ്പോൾ അസ്വസ്ഥരാകുകയല്ല, ഭൗതിക ആവശ്യങ്ങളുടെ മുമ്പിൽ അസ്വസ്ഥരാകത്തില്ല. ആത്മാവ് എപ്പോഴും പാപത്തോടുള്ള ബന്ധത്തിലാണ് അസ്വസ്ഥരാകുന്നത്. നാം സൗമ്യതയും താഴ്മയുള്ളവനാണെങ്കിൽ, കർത്താവിൻ്റെ മുഖമേറ്റ് കർത്താവിനോട് പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഒരു സ്വസ്ഥത കണ്ടെത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുന്നു. 5-ാം അധ്യായത്തിൽ അവൻ്റെ സ്വസ്ഥയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. ആ സ്വസ്ഥത എന്ന് പറയുന്നത് എന്താണ്? ഈ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ദൈവമായുള്ള മുറിയാത്തൊരു കൂട്ടായ്മ ബന്ധം, ആ ഒരു സ്വസ്ഥയിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണോ നമ്മുടെ ലക്ഷ്യം? നമുക്കറിയാം കർത്താവ് നമ്മുടെ മാതൃകയാണ്. കർത്താവിനെ നമുക്ക് സൂക്ഷിച്ച് നോക്കുമ്പം കർത്താവിന് ഏക ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ എബ്രായലേഖനം 5-ാം അധ്യായം വായിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ ഈ ജീവിതകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നതിനോട്. ഇപ്പം കർത്താവിൻ്റെ നിലവിളി മുഴുവൻ പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപത്തിൽ നിന്നുള്ള രക്ഷയായിരുന്നു. ഒരിക്കലും പാപം ചെയ്യാനായിട്ട് ഇടയാകരുത്. അതിനുവേണ്ടിയാണ് പിതാവിനോട് നിരന്തരമായിട്ട് നിലവിളിച്ച് തൻ്റെ ഈ ജീവിതകാലത്ത് തന്നെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണീരോടും കൂടി അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ നിരന്തരമായൊരു നിലവിളി അതായിരുന്നു, ഒരിക്കലും പിതാവ് എൻ്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് ഇടവരരുത്, എപ്പോഴും നിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട് എന്നെ ശക്തീകരിക്കണമേ. നമുക്കറിയാം പാപം എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം ചെയ്യുന്നൊരു കാര്യമാണ്. പാപം എന്ന് പറയും, നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും. പാപം നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ നിലവിളി ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതാണോ നമ്മുടെ നിലവിളി? അല്ലേ, നമ്മുടെ കുടുംബജീവിതത്തിലെ നിലവിളി അതാണോ? പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ ചെയ്തേ കാണാനായിട്ട് കഴിയും. നമ്മുടെ വ്യക്തിപരമായ ലക്ഷ്യം കർത്താവ് എനിക്കെങ്ങനെയെങ്കിലും പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ളതല്ല. അല്ലേ, നമ്മൾ പലപ്പോഴും കർത്താവിനെ അനുഗമിച്ച, അല്ലേ, നെഞ്ചത്തടിച്ച് വിലപിച്ച് അനുഗമിക്കുന്നൊരു വലിയ കൂട്ടം സ്ത്രീകളുണ്ടായിരുന്നു. കർത്താവ് തിരിഞ്ഞ് അവരോട് പറഞ്ഞത് എന്താ? യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട. നിങ്ങളെയും നമ്മുടെ കരച്ചിൽ ആർക്കു വേണ്ടിയിട്ടാണ്? ഈ പാപത്തിൽ നിന്നുള്ള രക്ഷ എനിക്ക് വേണമെന്നുള്ളൊരു കരച്ചിലാണോ? അതോ മറ്റുള്ളവരെ ചൂണ്ടി അവരെ രക്ഷിക്കണമെന്നുള്ളൊരു നിലവിളിയാണോ നമ്മുടെ ഉള്ളിലുള്ളത്? ഭാര്യ ഭർത്താവിനെ ചൂണ്ടിയിട്ട് കർത്താവ് ഈ ഭർത്താവിനെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, ഭർത്താവ് ഭാര്യയെ ചൂണ്ടിയിട്ട് കർത്താവ് ഈ ഭാര്യയെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, ആ നിലവിളിയാണോ നമുക്കുള്ളത്? അതോ കർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തണം എന്നുള്ള നിലവിളിയാണോ ഉള്ളത്? അതോ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട? കാരണം എന്താ? എൻ്റെ പിതാവ് വെച്ച കറക്റ്റ് വഴിയാണ് ഞാൻ പോകുന്നത്. എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം തീരുമാനിച്ചോ അതിൻ്റെ പൂർണ്ണമായ ആ തലത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. സൗരസ്വരന്മാരെ, അങ്ങനത്തെ ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടോ? നമുക്കറിയാം രക്ഷ വ്യക്തിപരമാണ്. യഹോവ എൻ്റെ ഇടയനാണെന്ന് പറഞ്ഞ പോലെ രക്ഷ വ്യക്തിപരമാണ്. നമുക്ക് ഒരു യാഥാർത്ഥ്യം ഞാൻ പറയാം, നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ എല്ലാവരെയും കൂട്ടി നിത്യത്തിലെത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല. ലോകത്തിനോടും കുടുംബത്തോടും പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പൊക്കോ, തിരിഞ്ഞ് നോക്കരുത്. നമുക്കറിയാം ലോകത്തിൻ്റെ ഭാര്യ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി. നമുക്കും അതേ പരീക്ഷ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഭാര്യ എവിടെത്തിയെന്ന് അറിയാനായിട്ട് ലോകത്തോട് തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ലോകത്ത് ഒരു ഉപ്പുതുണായി തീർന്നേനെ. നമ്മുടെ ക്രിസ്തീയത്തിൽ അങ്ങനത്തെ ഒരു പരീക്ഷ നമ്മൾ നേരിടുന്നുണ്ട്. പലപ്പോഴും ഭർത്താവ് തിരിഞ്ഞ് ഭാര്യ എവിടെത്തിയെന്ന് നോക്കാറുണ്ട്, ഭാര്യ തിരിഞ്ഞ് ഭർത്താവ് എവിടെത്തിയെന്ന് നോക്കാറുണ്ട്. അതിൻ്റെ അനന്തരഫലം എന്താ?
ഒരു ഉപ്പുതൂണിൻ്റെ തലത്തിലേക്ക് നമ്മൾ പോകും. ആത്മീയമായിട്ട് വളർച്ച നഷ്ടപ്പെടും, ദൈവമായുള്ള കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെടും, അസ്വസ്ഥതകളും ഭാരങ്ങളും നമ്മളെ ഭരിക്കാനായിട്ട് തുടങ്ങും, ദൈവത്തിൽ നമ്മൾ അകന്നു പോകും. നമ്മളോട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസൻ്റെ നായകനും പൂർത്തിയുന്ന യേശുവിനെ നോക്കുക. ഓരോ പരീക്ഷയുടെ മധ്യത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? യേശുവിനെയാണ് കാണിച്ചു തരുന്നത്. നമ്മൾ യേശുവിനെ കാണാറുണ്ടോ നമ്മുടെ പരീക്ഷകളുടെ മുമ്പിൽ? നമ്മുടെ ആന്തരിക കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ നമ്മൾ പരീക്ഷകളിൽ നമ്മുടെ മുമ്പേ പോകുന്ന യേശുവിനെയാണ് കാണുന്നത്. നമ്മൾ അവൻ്റെ കാലടികളെയാണ് പിന്തുടരാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എങ്ങനെയാണ് കർത്താവ് ഓരോ പരീക്ഷകളെയും ജയിച്ചത്? എങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത്? പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മളെ അതാ കാണിച്ചു തരുന്നത്. നമുക്കറിയാം, ഇസ്ഹാക്കിനൊരു ഭാര്യയെ എടുക്കാനായിട്ട് എലിയാസറിനെ പറഞ്ഞു വിട്ടിട്ട് എലിയാസർ ആ വധുവുമായിട്ട് തിരിച്ചു വരുമ്പം നാളത്തെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ എന്ത് കേൾക്കാനായിരിക്കും ആ സ്ത്രീ ഇഷ്ടപ്പെട്ടെ? അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതല്ല, ആ വ്യക്തിയെക്കുറിച്ചുള്ള, അല്ലേ, ഇസ്ഹാക്കിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് ഇഷ്ടപ്പെട്ടെ. നമ്മുടെ ഈ ലോകയാത്രയിൽ പരിശുദ്ധാത്മാവ് യേശുവിനെക്കുറിച്ചാണ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ക്രിസ്തു എന്ന ഏക പുരുഷനെക്കുറിച്ച്, അവൻ്റെ സൗന്ദര്യം നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ പാടാറുണ്ടല്ലോ, പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി. എന്ത് പ്രേമമാണ്! ഈ പരിശുദ്ധാത്മാവി കർത്താവിനെ കാണിച്ചു തരും തോറും എനിക്ക് അവനെ എങ്ങനെയും ഒന്ന് കാണണം. നമ്മുടെ ഉള്ളിലൊരു തിടുക്കമായിരിക്കും. അങ്ങനെയൊന്നുണ്ടോ? അത് സത്യം, നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താ? കർത്താവെ, നീ ഉടനെ ഒന്നും വരരുത്, ഇല്ലേ? എൻ്റെ പിള്ളേരൊക്കെ പഠിച്ച് വലുതായി ഒരു ജോലിയൊക്കെ കിട്ടി, വിദേശത്തൊക്കെ പോയി ഒരു വീടൊക്കെ പണിത് ഒരു വണ്ടിയൊക്കെ മേടിച്ച്, ഇല്ലേ? അതുവരെയെങ്കിലും കർത്താവെ നീ. പക്ഷെ നമ്മൾ പാടുമ്പോൾ എന്താ പാടുന്നേ? പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട്, ഇല്ലേ? നമ്മൾ സത്യസന്ധരല്ല, ഒത്തിരി വ്യാജങ്ങളുടെ കൂടാ നമ്മൾ. പത്രോസപ്പസൻ അതുകൊണ്ടാണ് പറഞ്ഞ് 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ, ആകയാൽ സകല ദുഷ്ട എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, ഇല്ലേ? നമ്മൾ പാടുമ്പോഴൊക്കെ പലപ്പോഴും നുണ പാടുന്നവരാണ്. നമ്മുടെ റോയ് പോൾ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസികൾ നുണ പറയല്ല, നുണ പാടുന്നവരാണ്, അല്ലേ? പ്രേമമെന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ. അത് പാടുമ്പോൾ ശരിക്കും നമ്മുടെ എവിടെ ഇരിക്കുന്നത്? ശരിക്കും തണുത്ത് മരച്ചൊരവസ്ഥയിലായിരിക്കുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു തീഷ്ണതയോ എരിവൊന്നുമില്ല നമ്മുടെ ഉള്ളിൽ. പക്ഷെ നമ്മളത് വളരെ സമൃദ്ധമായിട്ട് പാടിയൊപ്പിക്കും. നമ്മൾ പലപ്പോഴും പാട്ടിൻ്റെ ട്യൂണിലും സൗണ്ടിലുമാണ് ശ്രദ്ധിക്കുന്നത്, അതിൻ്റെ ആന്തരിക അർത്ഥത്തിലല്ല. അർത്ഥം ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ കരയാൻ തുടങ്ങും. കർത്താവെ, ഞാൻ എന്തുമാത്രം കള്ളനാണ്, ഞാൻ എന്തുമാത്രം കള്ളത്തരമാണ് കർത്താവ് പാടുന്നത്, യാഥാർത്ഥ്യമായിട്ട് എനിക്ക് എന്തുമാത്രം അകലമുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കാനിടയിൽ. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു രൂപാന്തരം ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്ക് പുതിയ ചില മുന്നറിയിപ്പുകൾ തരുന്നുണ്ട്. യോനയുടെ കാലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നേ, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി എന്ന പോലെ രക്ഷ പ്രാപിച്ചു. ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോഴോ 6,30,000 ചില്ലുവാനും പേരാണ് ഈ വിളി കേട്ട് പ്രായപൂർത്തിയായാലും ഇസ്രായേലിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത്. ഇവിടെ നമുക്ക് കരുതുന്ന മുന്നറിയിപ്പ് എന്താ? 2 പേർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുവീൻ. കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം എന്താ? ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, അത് കണ്ടെത്തുന്നവരെ ചുരുക്കും. ഇതൊക്കെ പറയുമ്പോൾ ഒരു വലിയ കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഹൃദയം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ഹൃദയം കൊണ്ട് ദൈവത്തെ പിന്തുടരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പുറമേ ഒരു ഭക്തിയുടെ വേഷം അണിഞ്ഞാണ് ജീവിക്കുന്നത്. ആന്തരികമായിട്ടൊരു ഭക്തിയുടെ ശക്തി നമുക്കില്ല. ഭക്തിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മൾ തുടങ്ങിയ കാലത്തും ഇന്നും നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് മാത്രം വിടുവിക്കപ്പെട്ടു. അന്ന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട നാളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഏതൊക്കെ പാപങ്ങളും നമ്മൾ സ്വതന്ത്രരായി തീർന്നു.
ഇല്ല, നമ്മളിവിടെ വന്നിരുന്ന് വചനം കേട്ട് കേട്ട് പുറമേ കുറച്ച് അഭിനയിക്കാൻ നമ്മൾ പഠിച്ചത് കൊണ്ട് പുറമേ ഇങ്ങനെ കടിച്ചു പിടിച്ചൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളു മുഴുവൻ എന്താ? പരീശന്മാരോട് പറഞ്ഞതുപോലെ മരിച്ചവരുടെ അസ്ഥികൂടവും നാറുന്ന അവസ്ഥയാണ്. ശരിക്കും ദൈവം രൂപാന്തരം വരുത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുത്തുന്നത്, ഹൃദയത്തിലാണ് പ്രവൃത്തി ആരംഭിക്കുന്നത്. ആദ്യം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. ഇരുമനസ്സുള്ളവരെ, നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയം കൊണ്ടാണ് സ്നേഹിക്കുന്നത്. പക്ഷെ പുറമേ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഞാൻ പെന്തക്കോസ്തിലായിരുന്ന സമയത്ത് ഈ സഹോദരിമാരൊക്കെ ഈ കർത്താവിനെ കുറിച്ചൊക്കെ പറയുമ്പം ഒരു ഭയങ്കര മനോഹരമായിട്ടാണ് പറയുന്നത്. അയ്യോ എൻ്റെ പ്രാണപ്രിയൻ എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ ഇരുന്നോട് ചിന്തിക്കും, കർത്താവ് എനിക്ക് അങ്ങനത്തെ യാതൊരു വികാരവും തോന്നുന്നില്ല. അവരെ പറച്ചിൽ കേട്ടാൽ ഭയങ്കര കർത്താവിനുള്ള സ്നേഹത്തെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള. അപ്പം ഞാനിങ്ങനെ ഇരുന്ന് മരം പോലെ ഇരുന്ന് ചിന്തിക്കും, കർത്താവെ അങ്ങനത്തെ ഒരു ഫീലിംഗും എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുന്നില്ല. പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇതെല്ലാം പുറമേ പറയുന്ന കാര്യങ്ങൾ, അകവും അതുവഴി യാതൊരു ബന്ധവും ഇല്ല. ഹൃദയം കൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു എരിവ് ഉത്സാഹമൊക്കെ വരേണ്ടത്. എന്തുകൊണ്ടാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത്? ആ ഹൃദയത്തിൽ ആര് മാത്രമേ കാണാൻ പാടുള്ളൂ? ഇപ്പം വിവാഹം നിശ്ചയിക്കപ്പെട്ടൊരു സ്ത്രീയുടെ ഹൃദയത്തിൽ ആരെ കാണാൻ പാടുള്ളൂ? ആ നിശ്ചയിക്കപ്പെട്ട പുരുഷൻ മാത്രമേ കാണാൻ പാടുള്ളൂ, ഇല്ലേ? അങ്ങനല്ലേ? വേറെ ആരെക്കുറിച്ചുള്ള ചിന്തകൾക്ക് ഇടകൊടുക്കാനായിട്ട് പാടില്ല. നമ്മളെ കർത്താവിനുമായിട്ട് ഉള്ള ബന്ധത്തിൽ ഒരു വിവാഹ നിശ്ചയം നടത്തിയതാണ്. നമ്മുടെ ഹൃദയത്തിൽ ആരും ഉണ്ടാകാൻ പാടുള്ളൂ? കർത്താവ് മാത്രം. പക്ഷേ നമ്മളെ ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ വരാറുണ്ട്. ഒരിക്കൽ സാക് ബ്രദർ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, എലിയാസർ ഇസ്ഹാക്കിൻ്റെ വധുവായിട്ട് കടന്നു വരുമ്പം അതിസുന്ദരിയായിരുന്നു ഇസ്ഹാക്കും റിബേക്കയും അതിസുന്ദരിയായിരുന്നു. അപ്പം ഒരു നീണ്ട യാത്രയിലായിരിക്കുന്നത്. അപ്പം ഒത്തിരി പുരുഷന്മാർ ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടൊരു പക്ഷേ ആകർഷിക്കപ്പെട്ടിരിക്കുക. അപ്പോൾ എലിയാസർ പറഞ്ഞ്, ഇത് ബുക്ക് ചെയ്യപ്പെട്ടതാണ്, ഒരു രക്ഷയില്ല, നിങ്ങൾക്കൊക്കെ പോകാം. നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ? നമ്മളൊരു പാട്ടിങ്ങനെ പാടാറില്ലേ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടു കൂടി എന്നെ മാടി വിളിക്കിൽ സുന്ദരനാം മനോഹര, നിന്നെ പിരിഞ്ഞ് ലോകയാത്ര പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല, നിന്നെ മണ്ണെ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ. നമ്മൾ പാടുമ്പോൾ ശരിയാത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഒരു മനോഭാവമാണ്. ധനമോഹം നമ്മളെ മാടി വിളിക്കുമ്പം, ലൈംഗിക മോഹങ്ങൾ മാടി വിളിക്കുമ്പം, ഉന്നതരായിത്തീരാനുള്ള ആഗ്രഹം മാടി വിളിക്കുമ്പം നമ്മൾ പാടാറുണ്ടോ? നോ, ഇല്ല. എനിക്കെൻ്റെ യേശുവിനെ പിരിയാനായിട്ട് പറ്റത്തില്ല. സൗരന്മാരെ, നമുക്ക് യാഥാർത്ഥ്യ ബോധമുള്ളവരായിത്തീരാം. നമ്മളെ തന്നെ നമുക്ക് ശോധന ചെയ്യാം. കൊരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ. നിങ്ങൾ കൊള്ളരുതാത്തവരല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ലക്ഷ്യം ഏകാഗ്രത ക്രിസ്തുവിനോടാണെങ്കിൽ നിങ്ങൾ കൊള്ളാവുന്നവരാണ്. അല്ല, ഇങ്ങനെ മറ്റു പലതും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമായിരിക്കുന്നെങ്കിൽ ക്രിസ്തു നിങ്ങളിൽ ഇല്ല. ഇവിടെ പോയി, ആ മണവാളൻ ഇവിടെ പോയി, നമ്മെ വിട്ടിട്ട് പോയി എന്നാണ് കാണിക്കുന്നത്. ഇന്ന് പകൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം, നമുക്ക് മാനസാന്തരപ്പെടാം. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നു, സഭകൾക്കൊക്കെ ദൂതെഴുതുമ്പോൾ മിക്കവാറും സഭകളോട് പറഞ്ഞൊരു കാര്യം എന്താ? മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. നമ്മൾ സഭയിൽ കേൾക്കുന്ന വചനങ്ങളെല്ലാം നമ്മളെ കുറ്റപ്പെടുത്താനുള്ളതല്ല, പിന്നെ എന്തിനാ? നമ്മളെ ഓർമ്മിപ്പിച്ചുണർത്തി മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്ത് നമ്മുടെ കുറവശങ്ങൾ കണ്ടെത്തി, അവിശ്വസതകൾ കണ്ടെത്തി, നന്ദികേടുകൾ കണ്ടെത്തിയിട്ട് നമുക്ക് മാനസാന്തരപ്പെടാം. നമുക്ക് പുതുതായിട്ട് വീണ്ടും കർത്താവിൻ്റെ കരങ്ങൾ നമ്മളെ ഏൽപ്പിക്കാം. കർത്താവിനെ എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ പണിയണം, നീ മാത്രം. ഇല്ലേ, നമ്മളിപ്പോൾ പുതിയ കാലത്തൊരു പാട്ടാണ് അത്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. പക്ഷെ പാട്ടിലത് ശരിയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൻ്റെ വാഞ്ച അതാണെന്നുള്ളതാണ് പ്രശ്നം. ഹൃദയം കൊണ്ടത് പാടേണ്ടത്. കർത്താവേ, നീ മാത്രം എനിക്ക് മതി, നിന്നെ പ്രതി ഈ മണ്ണെ പ്രതി മാണിക്ക് ഞാൻ കൈവിടത്തില്ല. ഇനി പകൽ നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പം
നമുക്ക് വേണ്ടി ആ കഷ്ടം സഹിച്ച കർത്താവിനെ നമുക്ക് ധ്യാനിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിനാണ് കർത്താവ് അതെല്ലാം ചെയ്തേ. നമ്മുടെ പാപങ്ങളുടെ ശിക്ഷയാണ് അവൻ തൻ്റെ മേലേറ്റത്. അവനെ മാത്രം നമുക്ക് ഇടയനായിട്ട് അംഗീകരിക്കാം. ഒരു വ്യക്തിപരമായ അനുഭവം അത് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന, സന്തോഷത്തിലേക്ക് നയിക്കുന്ന, സ്വസ്ഥതയിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവുമായുള്ള ഒരു വ്യക്തിബന്ധം. അതാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നൊരു കാര്യം. പക്ഷെ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് അതാണ്. നമുക്ക് ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവ് ഇടയനായിട്ട്, മണവാളനായിട്ട്, കർത്താവായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും കർത്താവിനെ വിളിക്കാം. വെളിപ്പാട് പുസ്തകം നമ്മൾ വായിക്കുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ. അപ്പം നമുക്കിന്ന് ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കാം. കർത്താവേ, ഞാൻ നിന്നെ പുറത്താക്കി അടച്ചു കളഞ്ഞു, പക്ഷേ ഇന്ന് ഞാൻ മാനസാന്തരപ്പെടുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് വീണ്ടും നിന്നെ എൻ്റെ കർത്താവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. നീ വരണം, എൻ്റെ ഉള്ളിൽ വസിച്ച് നിത്യത്തിലേക്ക് എന്നെ നടത്തണം എന്ന് ഉള്ളൊരു ഏറ്റുപറച്ചിലുമായിട്ട് നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.